ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട ഫിഷിങ്ങിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ നമ്മുടെ ഇവിടെ ഈ കായലിൽ കൂരിവാളയാണോ എന്തോ ഒരു മീൻ മറിയുന്നുണ്ട്. കൂരിവാളയാണെന്നാണ് തോന്നുന്നത്, കണ്ടിട്ട് കൂരിവാളയുടെ ലക്ഷണമാണ്. അപ്പൊ നമുക്ക് ഒന്ന് ചൂണ്ട എറിയാം. ചൂണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈഡർ കുക്ക് ഒരു 10-12 ചൂണ്ടുള്ള കാണിച്ചു തരാം. ഇത് തന്നെ, ഇത് കണ്ടോ? ഇതേ നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം. ഇത് എറിഞ്ഞാൽ ഇതിന്റെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ചൂണ്ടയുള്ളത് കാരണം ഏത് മീൻ അടിച്ചെന്ന് പറഞ്ഞാലും അവിടെ ഇവിടെ എല്ലാം കൊണ്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇതിനെ നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം. അപ്പം തീറ്റയെല്ലാം നമുക്ക് റെഡിയാക്കാം. സാറേ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഗോതമ്പ് പൊടിയും പിന്നെ ശകലം ചോറ് വിട്ട് നമ്മൾ മിക്സ് ചെയ്യാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ കൂരുവാൾ ഇവിടെ മറിയുന്നുള്ള പോലെ നമുക്ക് തോന്നുന്നു. നമ്മളിതുമായിട്ടും കണ്ടിട്ടില്ല. ഏതായാലും നമ്മളൊരു തീറ്റ ഉണ്ടാക്കി അങ്ങോട്ട് വിടാൻ പോവാണ്. ഒത്തെങ്കിൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്നത് നമ്മുടെ ജഗതി പറയുന്ന പോലെ ഒത്തെങ്കിൽ പണി നടക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ല. അപ്പൊ നമുക്കേതായാലും ശ്രമിച്ചില്ല എന്നുള്ള ഒരിത് വേണ്ട. കണ്ടിട്ടേ ഇവിടെ എന്തോ ഒരു മറിയുന്നുണ്ട്. അത് എന്നതാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം പെട്ടെന്ന് ഇവൻ മറിയുക. അതായത് നമ്മൾ പെട്ടെന്ന് അത് കാരണം നമ്മുടെ ഇപ്പം വേറെ ഒന്നുമില്ല, മൈദ മാത്രമേ ഉള്ളായിരുന്നു. മൈദ അല്ല, ആട്ട. നമ്മൾ ഈ ആട്ടയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്തോട്ട് ശക്കലം ചോറ് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനിയിപ്പോൾ അത് ചൂണ്ടയിലോട്ട് റെഡിയാക്കാം. വേണ്ട, നമ്മളെ ചൂണ്ട ഇടുന്നിടത്ത് കൂടെ ഔട്ട്പോട്ട് പോവാ. കണ്ടോ, കറക്റ്റ്. ഓള ശല്യം നമുക്ക് അതാണ്. ആണെന്ന് എന്നാൽ നമ്മുടെ ഇതേ കിടക്കുന്ന മഞ്ഞക്കുരി ഉണ്ട് നമ്മുടെ കുപ്പയില്. കണ്ടോ, 3 എണ്ണം 4 എണ്ണം മഞ്ഞക്കൂരി. ഇത് കണ്ടോ, കണ്ടോ 4 മഞ്ഞക്കൂരി. കണ്ടോ, നമ്മളെ ഇതിലിട്ട മഞ്ഞക്കൂരി എന്നിട്ട് നമ്മുടെ കൂലിവാളക്കിടുക മഞ്ഞക്കൂരിയ. അത് 4 ഇങ്ങനൊക്കെ അടിച്ചത് കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുമോ? ഇത് കണ്ടോ, കിടുക്കം മഞ്ഞക്കൂരിയ. നമ്മളവനെ ഊരിയെടുക്കാം. അവിടെ തീറ്റി മുമ്പ് അടിച്ച ഇതായിരുന്നു, മനസ്സിലായോ? കറിയാക്കത്തില്ലേ മഞ്ഞക്കൂരി? കറിയാക്കത്തില്ലേ? അണ്ണൻ കൊണ്ടുപോയി ഞങ്ങൾ കറിയാക്കത്തില്ലേ? ഇല്ലേ? ഇല്ല. എന്നാ എടുക്ക്. ഇനി വീഡിയോ പിടിക്കണോ? പിടിച്ചു. ഇത് ചൂണ്ട എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കും, കാരണം ഇത് മൊത്തം ചൂണ്ടയാണല്ലോ. അത് കാരണം നമ്മൾ സൂക്ഷിച്ചെടുത്തില്ല, നമ്മുടെ കയ്യെ കയറാൻ ചാൻസ് ഉണ്ട്. കണ്ട, ഇത് ചെറുതാണ്. ഒന്ന് ഇത് കണ്ടോ, അടിപൊളി സാധനം. മഞ്ഞക്കൂരി കണ്ടോ? പോലെ കടിക്കാറതാ. പല്ലുണ്ടല്ലേ? പല്ലുണ്ട്. നല്ല അങ്ങനെ നല്ലല്ല, അത്ര വലിയ ഇവിടെ നല്ല നല്ല. ഇത് കണ്ടോ, അതിന്റെ സൈസ് കണ്ടോ? ഇതിനൊക്കെ പിടിക്കുമ്പോൾ സൂക്ഷിച്ച് പിടിക്കണം, മൊത്തം കൊമ്പ. ഇത് കണ്ടോ, ഇതിന്റെ കൊമ്പിന് പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ആരവാ. അതായത് അരം പോലെ ഇരിക്കുക. നമ്മള് കുത്തി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറിപ്പോരാൻ പറ്റും, പക്ഷെ തിരിച്ചു വരാനായിട്ട് നമുക്ക് ഭയങ്കര പാടാ. അണ്ട് പുറത്തൊക്കെ കൊണ്ടിരിക്കുക. ഇത് കണ്ടോ, ഇതാണ് ഈ ചൂണ്ടയുടെ ഒരു പ്രത്യേകത.
3. കണ്ട 4. നമുക്ക് ഒരു വീട്ടിലേക്ക് സുഖമായിട്ടൊരു നല്ലൊരു കറിക്കുള്ള സാധനമുണ്ട്.